LDFിന്റെ പരസ്യം ഒരു ട്രോൾ മെറ്റീരിയലായി മാറിയിരിക്കുകയാണ്. മറ്റാരുണ്ട് LDF അല്ലാതെ? ഇതാണ് പരസ്യവാചകം. വടിവെട്ടി പ്രതിപക്ഷത്തിന് കൊടുത്തതുപോലെയായി ഈ വാചകങ്ങൾ. ഇതിന് മുൻപിലും പിന്നിലും പല വാചകങ്ങളും ചേർത്ത് UDF ക്യാമ്പ് ആഘോഷമാക്കിയതോടെ പരസ്യം പിൻവലിക്കണമോ എന്നുവരെ CPM ക്യാമ്പ് ആലോചിച്ചിരുന്നു. പുതിയ മീഡിയ മാനേജർ നികേഷ് കുമാറിന്റെ തലയിലാണോ ഈ വാചകങ്ങൾ ഉദിച്ചതെന്ന് വ്യക്തമല്ല. എന്തായാലും എടുത്തലക്കുന്നുണ്ട് കോൺഗ്രസും UDFും. എല്ലാ തവണയും പരസ്യവാചകവുമായി വരുന്ന CPM 2016 രംഗത്തിറക്കിയത് LDF വരും, എല്ലാം ശരിയാകും എന്നായിരുന്നു. എല്ലാം ശരിയായില്ലെങ്കിലും എല്ലാവരെയും ശരിയാക്കിയാണ് പിണറായി സർക്കാർ മുന്നോട്ട് പോയത്. 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് പരസ്യവാചകം തിരുത്തി ഉറപ്പാണ് LDF. ഈ ക്യാപ്ഷനിലാണ് വോട്ട് തേടിയതും തുടർഭരണം ഉറപ്പിച്ചതും. പിന്നാലെ അധികാരമേറ്റ രണ്ടാം പിണറായി സർക്കാർ മലയാളികളുടെ വികാരമായ ശബരിമലയെ വരെ കൈയിട്ട് വാരുന്നത് കേരളം കണ്ടു. ഇത്തവണ ഇറക്കിയ പരസ്യവാചകമാണ് LDF അല്ലാതെ മറ്റാരുണ്ട് എന്നത്. AKG സെന്ററിലിരുന്ന് സകല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്കും CPM ഈ പരസ്യവാചകം എഴുതി ചേർത്തു. റോഡുകളിലും ഹൈവേകളിലും പാടത്തും പറമ്പിലും കെട്ടിടങ്ങളുടെ മുകൾ തട്ടിൽ വരെ പരസ്യം ഇടം പിടിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ ഈ വാചകങ്ങൾ ഇടതുപക്ഷ മന്ത്രിമാരും അനുഭാവികളും ഇറക്കുമ്പോൾ അതിന് കീഴിൽ വരുന്ന കമന്റുകൾ കണ്ടാൽ നേതാക്കന്മാർ പോലും ചിരിച്ചുപോകും. സർക്കാരിനെ പിച്ചു ചീന്തുന്ന തരത്തിലായിരുന്നു കമന്റുകൾ. പ്രധാനമായും കേരളത്തിലെ ക്ഷേമ പെൻഷൻ, വിലക്കയറ്റം എന്നിവയെക്കുറിച്ചാണ് കൂടുതൽ കമന്റുകളും കാണാൻ സാധിക്കുന്നത്. മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന ചോദ്യത്തിന് മറുപടിയായി മാസങ്ങളായി പെൻഷൻ മുടക്കാൻ മറ്റാരുണ്ട് LDF അല്ലാതെ എന്നാണ് ഒരു സാധാരണക്കാരൻ ചോദിക്കുന്നത്. ഇത് കുറ്റം പറയുന്നതായിട്ടോ പരിഹാസമായിട്ടോ അല്ല കാണേണ്ടത്, മറിച്ച് കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളെയാണ് ഇത് കാട്ടുന്നത്. വീഡിയോയിൽ മുന്നണിയുടെ ശക്തിയെക്കുറിച്ചും ഭരണ നേട്ടങ്ങളെക്കുറിച്ചും ഒക്കെ നേതാക്കൾ ചർച്ച ചെയ്യുമ്പോൾ ഫേസ്ബുക്കിൽ ജനങ്ങൾ ചോദിക്കുന്നത് മറ്റൊന്നാണ്. കറണ്ട് ബില്ല് കൂട്ടാൻ മറ്റാരുണ്ട് LDF അല്ലാതെ? വെള്ളത്തിന് കരം കൂട്ടാൻ മറ്റാരുണ്ട് LDF അല്ലാതെ? ശബരിമലയിൽ സ്വർണം കക്കാൻ മറ്റാരുണ്ട് LDF അല്ലാതെ? വിമാനത്താവളം വഴി സ്വർണം കടത്താൻ മറ്റാരുണ്ട് LDF അല്ലാതെ? ഇങ്ങനെ പോകുന്നു കമന്റുകൾ. LDF സർക്കാർ കാട്ടിക്കൂട്ടിയ വികസന മുരടിപ്പുകൾ ഈ പരസ്യവാചകത്തിന് തീർത്തും അനുയോജ്യമായിട്ടാണ്. ഇതിനു പുറമെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തെരുവോരങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹോൾഡിങ്ങുകൾ. ഭരിക്കുന്ന സർക്കാർ ആയതുകൊണ്ട് തന്നെ ഖജനാവിൽ നിന്ന് ആവശ്യത്തിന് പണം എടുക്കാൻ സാധിക്കും. ഇത്തരം പരസ്യ പ്രചരണങ്ങൾക്ക് മാത്രമായി ഒരു മാസം ഏകദേശം 300 കോടി രൂപയാണ് സർക്കാർ പൊടിച്ചിരിക്കുന്നത്. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലും കേന്ദ്രത്തിലും ഭരണത്തിലില്ല. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പണം സ്വന്തം പോക്കറ്റിൽ നിന്ന് കണ്ടെത്തണം. കേന്ദ്രത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്നത് കൊണ്ട് തന്നെ BJPക്ക് ലഭിക്കുന്ന കോടികളിൽ നേരിയ പങ്ക് കോൺഗ്രസിന്റെ അക്കൗണ്ടിലുണ്ട്. ഇതിൽ നിന്ന് പണമെടുത്തും സംസ്ഥാനത്തെ പ്രവർത്തകരിൽ നിന്ന് പിരിച്ച പണവും കൊണ്ടാണ് കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. ഇതിനു പുറമെ ഗണ്യമായ പണം വരുന്നത് കർണാടകയിൽ നിന്നും തെലങ്കാനയിൽ നിന്നുമാണ്. എങ്കിലും കേരളത്തിൽ CPM പൊടിക്കുന്നതിന്റെ പകുതി പണം മാത്രമാണ് കോൺഗ്രസ് ഇറക്കി കളിക്കുന്നത്. അതേസമയം മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിയാൽ വലിയ കിട്ടപ്പോലുള്ള പാർട്ടികൾ UDFിലില്ല. ഈ പാർട്ടികൾക്ക് വേണ്ട പണം കൂടി കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ നിന്ന് മുടക്കേണ്ടി വരുന്നതും പ്രയാസമുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ LDFിനെ കവച്ചു വയ്ക്കാൻ അല്പം നമ്പറുകൾ ഇറക്കേണ്ടി വരും. അവരുടെ കയ്യിൽ പണമാണ് ആയുധമെങ്കിൽ നമുക്ക് ആയുധം ബുദ്ധിയാണെന്ന് വീണ്ടും തെളിയിക്കുന്നുണ്ട് UDFുകാർ. തൃശൂർ ടൗണിൽ സ്ഥാപിച്ച LDFിന്റെ പരസ്യ ഹോൾഡിങ്ങിന് അല്പം മാറി തറയിൽ ഒരു ഫ്ലെക്സ് ഒട്ടിച്ചിട്ടുണ്ട്. സ്വർണം കട്ടത് ആരാണെന്നാണ് ഫ്ലെക്സ് ബോർഡിൽ ചോദിക്കുന്നത്. ഉത്തരം വേണമെങ്കിൽ ഫ്ലെക്സിന് മുകളിൽ ചവിട്ടി നിന്ന് മുകളിലേക്ക് നോക്കാനും പറയുന്നുണ്ട്. വമ്പൻ LDF ഹോൾഡിംഗ് ബോർഡിനെ ഒരു കുഞ്ഞൻ ഫ്ലെക്സ് ബോർഡ് കൊണ്ട് UDF കവച്ചു വെക്കുന്നുണ്ട്. ആ വീഡിയോ ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാം.